കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമ്പോൾ അവിടെ ഈ കാണാൻ വന്നിരിക്കുന്ന ഒരു ഡിവൈഎഫ്ഐക്കാർ ഇറക്കി വിടുന്ന വീഡിയോ ആണ്. ആ വീഡിയോ ഒന്ന് കാണാം. ഇതുവരെ കണ്ടപ്പോൾ ഒരു സാധാരണ പ്രണയിച്ച് വഞ്ചിക്കുന്ന രീതിയിലുള്ളൊരു ഇതുപോലെ KPM എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട് സമൂഹത്തിന്റെ ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ. സാർ, ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണ് എൻ്റെ മനസ്സിൽ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് നമ്മളെ ഇറക്കി വിടുകയാണ്, അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. കാശ്മീരിൽ ഇതാണ് സംഭവിച്ചത്. നാളെ നമ്മുടെ വീട്ടിലും ഈ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും വന്ന് കയറി നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടില്ല എന്ന് എന്താണ് ഉറപ്പ് സാർ? ഒരു ഉറപ്പില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഇതിപ്പോൾ തന്നെ ആ വയസ്സായ ആൾക്കാർ, ദമ്പതികൾ, ഒരു അച്ഛനും അമ്മയും, അവരെ ഇറക്കി വിടുകയാണ്. പക്ഷെ അവർ വളരെ വാലിഡായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഫിലിം കണ്ടോന്ന്? ഈ ബഹളത്തിന് വന്നവരോട് അവരതിന് ഉത്തരം പറയുന്നില്ല. അവർ കണ്ടിട്ടുണ്ടാവില്ല. കാണാതെ തന്നെയാണ് അവർ ഇതിനെ എതിർക്കുന്നത്, ബ്ലൈൻഡായിട്ട് എതിർക്കുന്നത്. ഇതേ ആൾക്കാർ തന്നെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവർ. അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാണ്. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അവരെപ്പോഴും അതിന് സെലക്റ്റീവാണ്. അവർക്ക് ആരെയും എന്തും പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം. ഇപ്പോൾ ചില ക്യാമ്പസുകളിലൊക്കെ അല്ലേ മോഡിയുടെ തന്തയ്ക്ക് വിളിച്ച് അങ്ങനെയൊക്കെ എഴുതുക, അസഭ്യമായ രീതിയിൽ എഴുതുക, എല്ലാ കാര്യങ്ങളും. എറണാകുളത്ത് തന്നെ യോനി കവാടം ഉണ്ടാക്കി വെച്ചില്ലേ? കവാടം ഉണ്ടാക്കി. ആർത്തവം, അയ്യപ്പന്റെ ദേഹത്തൂടെ ആർത്തവ രക്തം ഒഴുകുന്നതായിട്ട് ശിവലിംഗത്തിൽ അയ്യപ്പന്റെ ദേഹത്തിൽ രക്തം വരുന്ന വരച്ചു. അതൊക്കെ ഉള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. തൃശ്ശൂർ കേരള കോളേജിൻ്റെ മുന്നിൽ സരസ്വതി ദേവീനെ വളരെ വൃത്തികെട്ട രൂപത്തിൽ ഒബ്സീനായിട്ട് വരച്ചു വെച്ചു. അതും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ ലെക്ചറർ തന്നെ ഉണ്ടായിരുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട്. അവർ മറ്റേ കോപ്പിയടി ലെക്ചറർ, ദീപേടി. അതെ. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ്. എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, നിങ്ങൾക്കില്ല. അതാണ്. ഇപ്പോൾ ഈ ഫിലിമിനോട് അല്ലെങ്കിൽ അവരെന്തിനാ അത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അല്ലേ? ഇതൊക്കെ ആൾക്കാർ കാണട്ടെ, എന്നിട്ട് അത് ആൾക്കാർ വിലയിരുത്തട്ടെ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ വേറൊരു ഫിലിം പിടിക്കുക, ഇങ്ങനൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതും ആവാമല്ലോ. അതവർ തയ്യാറില്ല. അത് അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദികളെ സംബന്ധിച്ച് അവർക്ക് ജനാധിപത്യം, ആവിഷ്കാരം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. അപ്പം ഞാൻ ഈയിടെ ഒരു ചർച്ചാ വിഷയമായി കാണണം, ഒരു ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളുടെ പുസ്തകം. അതിൻ്റെ പേരെന്താണ്? പ്രകാശം വരുത്തുന്ന പ്രസ്ഥാനം എന്നാണ്. എന്താണ്? ജമാഅത്ത് ഇസ്ലാമി. അത് 2006 എഴുതിയ പുസ്തകമാണത്. പക്ഷെ അത് ഈയിടെയാണ് അത് പുറത്തു വന്ന കാരണം എന്ന് വെച്ചാൽ VD സതീശനൊക്കെ അവർ മതാധിഷ്ഠിത രാഷ്ട്രം എന്നുള്ള കോൺസെപ്റ്റ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് VD സതീശൻ നാട് നീളന്ന് പ്രസംഗിക്കുന്ന കണ്ടപ്പോഴാണ് ഒരു ജേർണലിസ്റ്റ്, TV ജേർണലിസ്റ്റ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ആ ജേർണലിസ്റ്റിനോട് സംസാരിച്ചപ്പോൾ അവരെനിക്ക് അതിൻ്റെ പേജസ് അയച്ചു തന്നു. ഞാൻ അത് വെച്ചുകൊണ്ട് ഓർഗനൈസർ ലീഡർ സ്റ്റോറി ചെയ്തിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യം, സെക്യുലറിസം, പിന്നെന്താ, ജനാധിപത്യം, സെക്യുലറിസം, ദേശീയത, ഇത് മൂന്നും സമൂഹത്തിനെ ബാധിക്കുന്ന മഹാരോഗങ്ങളാണെന്നാണ് പറയുന്നത്. രോഗങ്ങളാണ്. അപ്പോൾ ദാറ്റ് മീൻസ് അവരെ സംബന്ധിച്ചത് ആ കാര്യം തീരുമാനമായി. ആവിഷ്കാര സ്വാതന്ത്ര്യം അതൊന്നുള്ളത്. കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് എന്താ വ്യത്യാസം? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലോക ചരിത്രം നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടായതൊന്നും അല്ലല്ലോ. പിണറായി പാറപ്പുറത്തുണ്ടായതൊന്നും അല്ലല്ലോ. അത് കേരളത്തിലുണ്ടായതാണ്. നമ്മൾ ആദ്യമേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് പരീക്ഷണം നടന്നത് ഒക്ടോബർ റവല്യൂഷൻ, സോവിയറ്റ് യൂണിയൻ. അതുപോലെ ഇവർ എവിടെയെല്ലാം ഭരണത്തിലുണ്ടായിരുന്നു അവിടെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് പ്രതിപക്ഷ നേതാവുണ്ടോ? നോർത്ത് കൊറിയയിലോ ക്യൂബയിലോ? ഇല്ല. അങ്ങനത്തെ സംഭവമില്ലല്ലോ. അങ്ങനത്തെ കസേരയില്ല. ഈ സോവിയറ്റ് കാലത്താണ് എനിക്ക് തോന്നുന്നു അസഹിഷ്ണുത എന്ന വാക്ക് തന്നെ കൂടുതൽ പ്രചാരം നേടിയത്. സോവിയറ്റ് കാലത്താണ്. അതെ, സോവിയറ്റ് കാലത്ത് അവർക്കും ഇല്ലല്ലോ. അവർ ഇലക്ഷൻ നടത്തും, നമ്മളെ TV കാണിക്കും, വന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ. ഒരു പാർട്ടി ഉള്ളൂ അവിടെ മത്സരിക്കാനായിട്ട്. ഇത് അപ്പോൾ അവരെ സംബന്ധിച്ചും ജനാധിപത്യം, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അവർക്കില്ല. ഇപ്പോൾ ഒരു മറ്റ് ആളുകളെ ടോളറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അത് കേരളത്തിൽ അവർ ശരിക്കും അത് കാണിച്ചിട്ടുള്ള സംഘത്തിനോടാണ്. കാരണം കോൺഗ്രസ് അവരെ സംബന്ധിച്ച് ഒരു ഐഡിയോളജിക്കൽ എനിമിയല്ല. ഇറ്റ്സ് എ പാർട്ടി, ഇറ്റ്സ് എ മോബ്. അവർ തമ്മിൽ പ്രത്യേക ഒരു കാര്യത്തിന് കൂടുന്നു, ദാറ്റ് ഈസ് പവർ. അതർവൈസ് അവർക്കൊരു ഐഡിയോളജി ഇല്ല, ഒന്നുമില്ല. ഒരു മോബിൻ്റെ ഒരു ആൾക്കൂട്ടമാണത് കോൺഗ്രസ് എന്ന് പറഞ്ഞത്. പക്ഷേ വ്യക്തമായ ഐഡിയോളജി ഉള്ള പ്രസ്ഥാനം RSS ആണ്. 1948 ജനുവരി 28
തിരുവനന്തപുരത്ത് ഗുരുജി ഗോൾവാൾക്കർ പങ്കെടുക്കുന്ന പരിപാടി ആക്രമിക്കാൻ വന്നത് ആരൊക്കെ? മലയാറ്റൂർ രാമകൃഷ്ണൻ അതിലൊരു പ്രധാന ആളായിരുന്നു. അന്നത്തെ സ്റ്റുഡൻസ് ഫെഡറേഷൻ, ONV കുറിപ്പും ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. എന്നെ ആ സമയത്ത് അതിൻ്റെ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ എനിക്ക് കിട്ടിയില്ല, പക്ഷേ ഞാൻ കേട്ടിരിക്കുന്ന അങ്ങനെയാണ്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് സ്റ്റുഡൻസ് വന്നിട്ട് ഗുരുജി ഗോൾവാൾക്കർ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാനായിട്ടാണ് വന്നത്. പക്ഷെ അവർ RSSകാരുടെ ദണ്ഡയുടെ ചൂടറിഞ്ഞ് അവർ തിരിച്ചോടിപ്പോയി. അപ്പോൾ അന്ന് പോലെ ONV വലിയൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിയുടെ വധത്തിന് പിന്നാലെ RSS മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ചതായിട്ട്. അത് തൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ONV പറയുന്നത്. അന്ന് തൈക്കാട് എന്ന പ്രദേശത്ത് സംഘപ്രവർത്തനം ഇല്ല. തൈക്കാടാണ് ഈ സാംഘിക നടന്നത് കേട്ടോ. ഏതാ ഗുരുജി വന്ന സാംഘിക നടന്ന തൈക്കാടായിരുന്നു. തൈക്കാടായിരിക്കും. പക്ഷെ അവിടെ സംഘത്തിന്റെ ശാഖാപ്രവർത്തനം ഇല്ലായിരുന്നു. ശാഖ ഉണ്ടായിരുന്നത് ചന്തയിലും കോട്ടയ്ക്കകത്തും മാത്രം. അവിടെ ഒരു നല്ല ഗ്രൗണ്ട് എന്നോട് നടത്തിയിരുന്നു. അതെ. അതിൽ വേറെ ONV മറ്റൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഗോൾവാൾക്കറോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, മറുപടി പറയാതെ അദ്ദേഹം എന്താ പറയുക, ക്ഷുഭിതനായി സംസാരിക്കുന്നത്. ഇവരതിൻ്റെ അടുത്ത് നിന്നിട്ടില്ല. ഗുരുജി വരുന്ന സമയത്ത് ഇവർ മുദ്രാവാക്യം പോയിട്ടുണ്ട്. ഗുരുജി അതിനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് നേരെ സ്റ്റേജിൽ കയറുകയാണ് ചെയ്തത്. സ്റ്റേജിൽ കയറി അദ്ദേഹം ഈ കൺമുമ്പിൽ കാണുന്ന ഈ സംഘർഷത്തിനെ പറ്റി ഒരു അക്ഷരം പറയാതെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക് സംസാരിക്കുക ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു, അദ്ദേഹത്തിന് ഉത്തരം മുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ONV കള്ളം പറഞ്ഞിട്ടുണ്ട്. അതിന് കമ്മ്യൂണിസ്റ്റുകൾക്ക് കള്ളം പറയലൊരു വിഷയമൊന്നുമല്ല. അപ്പോൾ അവർ ആ സമയത്ത് ഈ ടോളറേറ്റ് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അതും കഴിഞ്ഞ് 50s തന്നെ ഇവിടെ ആലപ്പുഴയിൽ ഇതേപോലെ ആക്രമിച്ചു ഗുരുജി ഗോൾവാൾക്കർ പങ്കെടുക്കുന്ന പരിപാടി. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് അത് പല സ്ഥലത്തും. അപ്പോൾ അവരുടെ ഐഡിയോളജിയോട് യോജിക്കാത്തൊരു ഐഡിയോളജിയെ വെച്ച് പൊറപ്പിക്കില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ജിഹാദികളെ തൃപ്തിപ്പെടുത്താനാണ് ഈ കേരള സ്റ്റോറിയുടെ പ്രശ്നത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇവർ UDFും LDFും തമ്മിലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹു ഈസ് ഗോയിങ് ടു ബാഗ് ഓർ ഗ്രാബ് ദിസ് റിലീജിയസ് വോട്ട് ബാങ്ക്, മൈനോറിറ്റി വോട്ട് ബാങ്ക് എങ്ങനെ കിട്ടുമെന്നുള്ളതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് ഇവർ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഓൾറെഡി UDF പരസ്യമായിട്ട് മൈനോറിറ്റി എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല, ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട്, ഇസ്ലാമിസ്റ്റ് എന്ന് പറയാം. കാരണം ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ BJPയുടെ ഉറപ്പാണ്. അല്ലെങ്കിൽ അവർ ഈ കാര്യത്തിൽ ഇതേപോലത്തെ അഗ്രസീവ് അല്ല. അവർ കാര്യങ്ങളെ പറ്റി ബോധ്യമുണ്ട്. ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം സംബന്ധിച്ചൊക്കെ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഇവർ അങ്ങനെയല്ല. അപ്പോൾ അവർ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുടെ ലീഡേഴ്സ് വന്ന് കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് അദ്ദേഹം അതിനൊരു മുൻകൂർ ജാമ്യം എടുത്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ശരിയല്ല, നിങ്ങളുടെ മാർഗം ശരിയല്ല, ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തോ ആവട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ മദനിയെ ഒപ്പുരുത്തിയത് നമ്മൾ കണ്ടതാണ് പല സ്ഥലത്തും. അവിടെ ശംഖുമുഖത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2009 പാർലമെൻറ്റ് ഇലക്ഷന് മലപ്പുറം ജില്ലയിൽ പിണറായി വിജയൻ്റെ കൂടെ തന്നെ മദനി ഇരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന. പിന്നെ ഞാൻ അവിടെ ആ കാലത്ത് ഇലക്ഷൻ ക്യാമ്പയിൻ കവർ ചെയ്യാൻ പോയിരുന്നു. ഞാനന്ന് വർക്ക് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നുള്ളൊരു മാഗസീന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട പാറ്റേൺ, ഞാനവിടെ ഞങ്ങൾ 5 പേര് കൂടി 2 കോൺസ്റ്റിറ്റ്യുവൻസി വിധിച്ചെടുത്ത് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ മലപ്പുറം പൊന്നാനിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ അവിടെ ചെന്ന് സാധാരണ മനുഷ്യരോട് ഇടപഴകിയിട്ടാണ് ഞാൻ ന്യൂസ് കളക്ട് ചെയ്തത്. അല്ല, എനിക്ക് അവിടെ ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. അങ്ങനെ ഇമ്പാർഷ്യലാവാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്, കഴിയുന്നതും ബയസ്ഡാവാതിരിക്കാൻ വേണ്ടി. ആ സമയത്ത് കണ്ട പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടുത്തെ ഒരു ഹുസൈൻ രണ്ടത്താനി എന്ന് പറഞ്ഞ ആളായിരുന്നു പൊന്നാനിയിൽ മത്സരിക്കേണ്ടായിരുന്നു. ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഈ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് ഒരു ലോക്കൽ സഖാവ് എന്നിട്ട് പ്രസംഗിക്കും. അവിടുത്തെ ലോക്കൽ ആൾ, അയാൾ കാട് കയറി പ്രസംഗിച്ചിട്ട് നോർത്ത് ഇന്ത്യയിലെ കഥകളെ പറയുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ ഇവർ ഭരിക്കാൻ പോകണമെന്നുള്ള മറ്റല്ല പറഞ്ഞത്. അതിനുശേഷം മദനിയുടെ പ്രസംഗത്തിൻ്റെ CD വർക്ക് ചെയ്യിക്കും. അതിനുശേഷമാണ് സ്ഥാനാർത്ഥിയൊക്കെ വരുന്നത്. ഈ പാറ്റേൺ അവിടെ മുഴുവൻ തുടർന്നു. പക്ഷേ അവർ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ സംഭവിച്ചത്. അതിന് വേറെ കാര്യമുണ്ട്, അത് നമ്മുടെ കോണ്ടെക്സ്റ്റ് അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലോട്ട് വരുന്നത്. വേറെ എങ്കിലും സാഹചര്യത്തിൽ നമുക്ക് പറയാം എങ്ങനെ അത് അവർക്ക് എതിരായി എന്നുള്ളത്. മദനി ഫാക്ടർ, ഞാനത് അന്ന് ശ്രീരാമകൃഷ്ണനോടും ഇദ്ദേഹത്തിനോടും പാലളി മുഹമ്മദ് കുട്ടിയോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഗോയിങ് ടു ബി ഡെട്രിമെൻ്റൽ ടു യുവർ പ്രോസ്പെക്ട്സ്. നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾ ഉദ്ദേശിച്ച 2 സീറ്റും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. മലപ്പുറം ജയിക്കുമെന്ന് പാലളി എന്നോട് പറയുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, സാറേ വെരി സോറി ടു ടെൽ യു, മുഖത്തോക്കി പറയാൻ വിഷമമുണ്ട്, നിങ്ങൾ തോലും, അങ്ങനെ ജയിക്കുമെങ്കിൽ എത്ര മെജോറിറ്റിക്ക് നിങ്ങൾ ജയിക്കുമെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എത്ര മെജോറിറ്റി നിങ്ങൾ തോൽക്കുമെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. വലിയ വ്യത്യാസം ഉണ്ടായില്ല. കാരണം അതിന് കാരണമുണ്ട്, അതെന്താണെന്നുള്ളത്. മദനി ഫാക്ടർ അവിടെ വിജയിക്കില്ല.
അതിന് വേറെ ലോട്ട് ഓഫ് റീസൺസ്. അപ്പോൾ അതുകൊണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യു ക്യാൻ നെവർ എക്സ്പെക്ട് ഫ്രം CPM ഓർ DYFI. പിന്നെ ഇസ്ലാമിക് ഫോഴ്സ് നമുക്ക് പറയാൻ കാര്യമില്ലല്ലോ, അതങ്ങനെ തന്നെ അവർക്ക് അവരുടേതായുള്ളൊരു ഒരു മാർഗമുണ്ട്. അതിനപ്പുറം അവരൊരാളെയും ഒരു ആവിഷ്കാരം അവർ സ്വാതന്ത്ര്യം അവർ സമ്മതിക്കാൻ പാടില്ല. കുറച്ച് അവർ പവർഫുള്ളായി കഴിഞ്ഞാൽ അവർ CPM-നെയും അവർ നിലയ്ക്ക് നിർത്തും. അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിലും എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പം ഇവിടെ തന്നെ ബംഗ്ലാദേശിൽ എന്താ ചെയ്തത്, അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ കൊന്നു. അതിനെപ്പറ്റി ഇവർക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല. അല്ല, ഇറാഖിൽ സദ്ദാം ഹുസൈൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം കൊന്നുകളായിരുന്നു. ചെയ്തത് ഇറാനിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇറാനിലും അങ്ങനെ വിപ്ലവകാരികൾക്കൊപ്പം ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം നിന്ന കമ്മ്യൂണിസ്റ്റുകളെ കൊന്നു. ബംഗ്ലാദേശിൽ അവർ പ്രോമിനൻ്റ് ലീഡറെ കൊന്നു. അതിന് ഇവർക്ക് ഹർത്താലും ഇല്ല, ഒന്നുമില്ല. ഹർത്താൽ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന വരുമ്പോഴേക്കേ ഹർത്താൽ ഉണ്ടാവുള്ളൂ. അതെല്ലാം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഈ ഫിലിമിൻ്റെ കാര്യത്തിൽ കണ്ട കാഴ്ച അത് തന്നെയാണ്. അവർ വെളിച്ചത്തിനെ ഭയപ്പെടുന്നു, സത്യത്തിനെ ഭയപ്പെടുന്നു. കേരള സ്റ്റോറി എന്ന യാഥാർത്ഥ്യത്തിനെ ഭയപ്പെടുന്നു. കാരണം ഇവിടെ അവർക്കറിയാവുന്ന വീടുകളുണ്ട്, എറണാകുളത്തുണ്ട്. അല്ല, സഖാക്കളുടെ പെൺമക്കളുടെ കാര്യം അതുകൊണ്ട് അതൊക്കെ അവർ പിന്നെ അത് നമ്മുടെ നാടൻ ഭാഷയിൽ കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന് പറയില്ലേ, അതാ സംഭവിക്കുന്നത്. അങ്ങനെ ആവാൻ പോവുകയാണ്. കേരളത്തിൽ എന്ത് ഉദാഹരണമുണ്ട്, ഇവരുടെ കൺമുന്നിലുണ്ട്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ നിമിഷ ഫാത്തിമ, എറണാകുളത്തെ മരീന, പിന്നെ അത് മറിയോയി മാറുന്നു. അതിൽ ആ കുട്ടി മരിച്ചു എന്നും പറയുന്നുണ്ട്. മറ്റേ ഒരു കുഞ്ഞോട് കൂടി ജയിലിൽ കിടക്കണമെന്ന് പറയുന്നു, അഫ്ഗാനിൽ ജയിലിൽ കിടക്കണമെന്ന് പറയുന്നു. മറ്റേ പിള്ളേർ രണ്ടുപേരും ആൺപിള്ളേർ മരിച്ചു പോയെന്നും പറയുന്നു. എവിടെയൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ പോയ പല ആൾക്കാരും എവിടെയൊന്നും അറിയില്ല. പിന്നെ ഈ അതേപോലത്തെ സംഭവങ്ങൾ ദിവസം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും രണ്ടൊന്നുമല്ല, ഇഷ്ടം പോലെ. അതിന് ഇവരൊരു കാരണം പറയുന്നത്, ഇവർ വാദത്തിൽ ജയിക്കാൻ വേണ്ടി അവർ പറയുന്നത് ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഉച്ചവർ മന്ത്രി ഒരാൾ പാർലമെൻറ്റിൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു എന്നാണ്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചില മര്യാദയൊക്കെ ഉണ്ട്. ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഒന്നും ആവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനൊരു ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഘടനയില്ല. രജിസ്റ്റേർഡ് ഓഫീസും പ്രസിഡൻറ്റും സെക്രട്ടറി ആയിട്ട് അങ്ങനെ ട്രഷററും ഒക്കെ ആയിട്ടാണ് സംഘടനയില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ പറയാനൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, പ്രവർത്തനം നടക്കുന്നു. പഴയ DGP വരെ അത് പറഞ്ഞിട്ടുള്ളതല്ലേ, അത് നടക്കണം. VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ആ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാനേ അവർ ഇഷ്ടപ്പെടുന്നു, ഓൺലി ബിക്കോസ് ഓഫ് ദിസ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അല്ലെങ്കിൽ അമ്മ ചോദിക്കുന്നത്, അവർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫിലിം കണ്ടോ? അവർ കണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാട്ട് പരമപവിത്രമാമി മണ്ണിൽ എന്ന് പറഞ്ഞാൽ അത് RSSൻ്റെ പാട്ടാണെന്ന് പറയുക. ആ പാട്ടിലെ വരികൾ എന്താണെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. RSSകാരൻ പാടിപ്പോയില്ലേ. അതുകൊണ്ട് പണ്ട് ഒരിക്കൽ ഈ യോഗ തുടങ്ങിയ കാലത്ത് ഓം പാടില്ല എന്ന് അന്നത്തെ ഒരു മന്ത്രി ശഠിച്ചു, യോഗ തുടങ്ങുമ്പോൾ ഓം. അപ്പോൾ ഈ പിള്ളേർ അന്ന് ഈ ട്രോളേഴ്സ് പറഞ്ഞു, മന്ത്രിനെ പോലെ ആംപ്ലേറ്റ് എന്നേ പറയുള്ളൂ എന്നുള്ളത്, ഓംലെറ്റിൻ്റെ പേര് മാറ്റിയിട്ട്. ഓം ഉണ്ടല്ലോ, ആംപ്ലേറ്റ് എന്നാക്കി, മന്ത്രിനെ അങ്ങനെ പറയുള്ളൂ. മന്ത്രി ചെന്ന് ജയിലക്കാരിൽ പറയും ആംപ്ലേറ്റ് ഉണ്ടാക്കുന്ന പറയുമെന്ന്. അത് ആ തരത്തിലുള്ള ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റലിസം കാണിക്കുന്നത്. ഈ ഫണ്ടമെൻ്റലിസം ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോട് യോജിച്ച് പോകാനായിട്ട് കഴിയില്ല. അവരുടെ DNA അതില്ല. ഇല്ലാത്ത പിന്നെ എങ്ങനെ ഉണ്ടാവാനാ? ഇന്നിപ്പോൾ അവർക്ക് ഇവരൊരു രാജ്യത്ത് സോവറിൻ റിപ്പബ്ലിക്കിൻ്റെ കീഴിലൊരു സ്റ്റേറ്റ് മാത്രമാണ് കേരളം. അതുകൊണ്ടല്ലേ കേരളം ഒരു റിപ്പബ്ലിക് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ കൊറിയയില, ക്യൂബയില, എന്നാരാണ് പ്രതിപക്ഷ നേതാവ്? അതിനത്ര അവർ പറയില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഈ തിയേറ്ററിൽ ഒഴിഞ്ഞു മാറിയ പോലെ തന്നെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കൊറിയ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവിടുത്തെ കാര്യം പറയാമെന്ന് പറയും. അതെ, ഉയ്ഗുർ മുസ്ലിങ്ങളുടെ കാര്യം അവർ പറയില്ല, ചൈനയിലെ അത് പറയില്ല. അതല്ല, ഞാനിപ്പോൾ ഇന്ന് എനിക്കൊരു ഇത് കിട്ടി സോഷ്യൽ മീഡിയയിൽ വന്ന, എത്രത്തോളം ശരിയാ തെറ്റെന്ന് എനിക്കറിയില്ല. അവിടെ റമദാൻ ഭക്ഷണം കഴിക്കുക, എന്താ പറയുക, ഫാസ്റ്റിംഗ് നിരോധിച്ചു. അത് മാത്രമല്ല, അവിടെ ഖുറാൻ എന്ന് പറയുന്നത് ഖുറാൻ്റെ ഒരു 8/1 എങ്ങാണ്ട് ചുരുക്കിയിട്ടുണ്ട്. അതിൽ അക്രമം വരുന്ന ഭാഗവും അപര വിദ്വേഷവും ഒക്കെ എടുത്തു കളഞ്ഞിട്ട് ചെറിയൊരു ഭാഗം മാത്രമേ ഖുറാൻ ചൈനയിൽ പാടുള്ളൂ. മുഴുവൻ ഖുറാൻ അവിടെ പഠിക്കാനോ വായിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല.
അതങ്ങനെയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പറയുമെങ്കിൽ അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സംഭവം അവരുടെ DNA-യിൽ ഇല്ലല്ലോ. ഇല്ല. അവർ തൊഴിലാളി വർഗ സർഗാധിപത്യം എന്നുള്ള സാധനത്തിൻ്റെ ഉദ്ദേശം തന്നെ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തെന്നാ? ഓട്ടോക്രസിയാണ്. ഓട്ടോക്രസി. അതെ. അപ്പോൾ ഹൂ ഡിസൈഡ്സ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്? ദ ടോപ്പ് ലീഡർ. അതെ. ഈ കശ്മീരിൽ ഉണ്ടായ മുദ്രാവാക്യമുണ്ട്, റിലീവ് ഗലീവ് ചെലീവ് എന്ന് പറയുന്നത്. അതേ മുദ്രാവാക്യമാണ് ഈ തിയേറ്ററിൽ കേട്ടത്. നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങൾ ഇവിടുന്ന് പോകൂ, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതേ അത് തന്നെ ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകൾ ഓടിച്ചോ അതേപോലെ തന്നെ അവർ സുപ്രഭാതത്തിൽ അവരെ പറഞ്ഞു വിട്ടില്ലേ? അതെ. അവർ അഭയാർത്ഥികളെ ഡൽഹിയിലെ തെരുവിൽ കിടന്നുറങ്ങേണ്ടി വന്നില്ല. -10 ടെമ്പറേച്ചറൊക്കെ തെരുവിൽ റോഡിൽ കിടന്നുറങ്ങേണ്ടി വന്നില്ലേ? അതെ. അപ്പം അത് തന്നെ, അത് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇവിടെ വേണ്ട. അതെ. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഏതാണോ അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുള്ളൂ. അല്ലെങ്കിൽ അത് ഒന്നുമല്ല. അപ്പം കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നവരായതുകൊണ്ടാണ്. ഇസ്ലാമിക് ഫോഴ്സസും കമ്മ്യൂണിസ്റ്റ് ഫോഴ്സസും ഒരേപോലെ തന്നെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ച് രാജ്യത്ത് എന്ത് നടക്കുന്നു, നാഷണലിസം എന്താണ്, ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിയേണ്ട കാര്യമില്ല. അതെ. അതൊക്കെ പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിൽ ശരിയായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഇന്ത്യ ലൈവിൻ്റെ കരുത്ത്. ആ പിന്തുണ സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. നിങ്ങൾ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിനകത്തേക്ക് പ്രവേശിക്കുക. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാസമയത്ത് ഞങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ വീഡിയോകൾ ക്ലിക്ക് ചെയ്ത് കാണുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവരുടെ കമൻറ്റുകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിപ്ലൈ ആയിട്ട് നൽകുക. ഇത് ഷെയർ ചെയ്യുക, വീഡിയോകൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.